ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് സൈബർ ടോക്സ്. സോ നമ്മളിന്ന് ഇന്റർനെറ്റിന്റെ കുറച്ച് വിയർഡസ്റ്റ് ആൻഡ് ക്രീപ്പിയസ്റ്റ് ആയിട്ടുള്ള കോണേഴ്സിനെ പറ്റിയിട്ടാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇതറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഹാക്കിങ്ങിൽ ഒരു PhD ആവശ്യമൊന്നുമില്ല, കോമൺ ആയിട്ട് നമ്മൾ പറയുന്നതാണ്. സോ ഇത് നിതിൻ രാജേന്ദ്രൻ. സോ നമുക്കെല്ലാം ഡാർക്ക് വെബ് എന്താണെന്നറിയാം, നമുക്ക് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന്. പക്ഷെ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഡാർക്ക് വെബിൻ്റെ അകത്തുള്ള കുറച്ച് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഡാർക്ക് വെബിൽ നടക്കുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ തുടങ്ങാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ക്രീമിയ സ്റ്റോറി, ഒരു അനോണിമസ് സ്റ്റോക്കിംഗ് സ്റ്റോറേജാണ്. ഇതിൻ്റെ റിയൽ ലൈഫ് ഇത് US നടന്ന ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ്. ഒരു മിസ് KSD വോൾഫ് എന്ന് പറഞ്ഞ ഒരു മിസ് ടീൻ ആയിട്ട് കൗണ്ട് ചെയ്ത ഒരു പെൺകുട്ടിയെ പുള്ളിക്കാരിയുടെ പേഴ്സണൽ ഡിവൈസ് ചെയ്ത് വെബ്കാം വഴി കോംപ്രമൈസിങ് ഫോട്ടോസും വീഡിയോസും ഈ ഹാക്കർ എടുത്തു. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഹാക്കർ എന്ന് പറയുന്നത് വലിയ പ്രൊഫഷണൽ അല്ല. ഇത് വെറും ഒരു 14 വയസ്സുള്ള ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണ്. പുള്ളിയുടെ പേരെന്ന് പറയുന്നത് ജെറാഡ് ജെയിംസ് എബ്രഹാം. പുള്ളി കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ KSD വോൾഫിൻ്റെ ഈ ഫോട്ടോസ് എടുത്ത് പുള്ളിക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ പുള്ളിക്കാരി അതെന്താണെന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ട് നിന്ന് പേരൊക്കെ കൊടുത്ത് ഒരു ക്രിമിനൽ പേരൊക്കെ രജിസ്റ്റർ ചെയ്തപ്പം പുള്ളിയെ അറസ്റ്റ് ചെയ്തപ്പോൾ പുള്ളി കോടതിയിൽ ചെന്ന് ഇത് പറഞ്ഞു, പുള്ളിക്കാരൻ ഈ 14 വയസ്സിൽ ഏതാണ്ട് 100ഓളം സ്ത്രീകളുടെ പോലത്തെ വീഡിയോസും ഫോട്ടോസും വൈഡായിട്ട് കണക്ട് ചെയ്തിട്ട് അവരിൽ നിന്ന് റാൻസപ്പും അതുപോലെ കുറച്ച് ഡിമാച്ചും ഒക്കെ ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തൊരു ഹോളിവുഡിൻ്റെ ഒരു പടം ഉണ്ടായത്. കംപ്ലീറ്റ്ലി അത് ആ ഒരു വൈബല്ല, പക്ഷെ എന്നാലും ആ ഒരു റെഫറൻസ് ഉണ്ട്. ഇങ്ങനെ അനോണിമസായി സ്റ്റോക്ക് ചെയ്തു. ആ പടത്തിൻ്റെ പേര് പറയുന്നത് റാഫ്റ്റർ വന്ന മൂവിയാണ്, 2015 മൂവിയാണ്. അവിടെ ഇപ്പോൾ പറഞ്ഞ ഒരു സ്ത്രീയെ ഒരു ഹാക്കർ ഇങ്ങനെ പുള്ളിക്കാരിയുടെ വരയ്ക്കാൻ വേണ്ടി ആക്സസ് ചെയ്തിട്ട് പുള്ളിക്കാരിയുടെ ഡെയിലി ലൈഫ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, പുള്ളിക്കാരി എന്തൊക്കെയാണ് ചെയ്യുന്നത്, പിന്നെ പുള്ളിക്കാരി റിമൈൻഡ് ചെയ്യിക്കുകയാണ് ഓഡിയൻസ് വെച്ചിട്ട് നീ ഇന്നലെ ഇത് ചെയ്തില്ലേ, ഞാൻ ചായ കുടിക്കുന്നത് കണ്ടു, അങ്ങനെ ആ ഒരു സ്റ്റോക്കിംഗ് വൈബ്. ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ കുറേ തിയറി സ്റ്റോക്കിംഗ് പോലെ യൂന്നൊക്കെ പറഞ്ഞൊരു സീരീസ്. അത് പക്ഷേ അതൊരു ജനറൽ സ്റ്റോക്കിങ്, ലിങ്ക്ഡ് സ്റ്റോക്കിംഗ് അല്ല. ഒരു ബേസിക്കലി ഒരാൾ ഒരു മനുഷ്യനെ ഫോളോ ചെയ്തു. പക്ഷേ ഇത് ഡിജിറ്റൽ സ്റ്റോക്ക്, അത് ഡാർക്ക് വെബ് ഹൊററാണ്, സൈക്കോളജിക്കൽ ത്രില്ലറാണ്. ഇത് പറഞ്ഞപ്പോഴാണ് 2017 ക്ലോയ ഐൻ്റെ സ്റ്റോറി എനിക്ക് ഓർമ്മ ജസ്റ്റ്. പക്ഷേ 20 വയസ്സുള്ള ഒരു മോഡലിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. പുള്ളിക്കാരത്തേക്ക് ഇതുപോലെ ഡാർക്ക് വെബ് വഴി ഒരു ലെജിറ്റിമേറ്റ് എന്ന് തോന്നുന്ന ടൈപ്പ് ഒരു ഇൻവിറ്റേഷൻ വന്നു മോഡലിങ്ങിന് വേണ്ടിയിട്ട്. പുള്ളിക്കാരി ഇവിടുത്തെ പേരൊക്കെ പഠിച്ച് മിലാനിൽ പോയി. അവിടെ ചെന്നപ്പോഴാണ്, അവിടെ സ്റ്റുഡിയോയിലാണ് ഇൻവിറ്റേഷൻ വന്നത്. അവിടെ ചെന്നപ്പോഴാണ് ഇതൊരു കിഡ്നാപ്പിന്റെ ഭാഗമാണെന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായത്. അപ്പോൾ പുള്ളിക്കാരിയെ അവർ ടൈ ചെയ്തു. അവർ പറഞ്ഞത് ഒരു ക്രിമിനൽ ഗ്രൂപ്പുണ്ട്, ബ്ലാക്ക് ഡെത്ത് എന്ന് പേരുള്ളത്, അവരുടെ ഭാഗമായിട്ടാണ് ഈ കിഡ്നാപ്പിംഗ് നടന്നത് എന്നാണ് അവർ പറയുന്നത്. ബട്ട് എന്നിട്ട് അവർ പറഞ്ഞു ഒരു $3 lakh ബിറ്റ്കോയിൻ ഏതാണ്ടാണ് അവർ ഓഫർ ചെയ്തത്, ഇല്ലെങ്കിൽ അവരെ കൊന്നു കളയെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഏറ്റെടുക്കുകയും ദെൻ അവരെ റിലീസ് ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു. എന്നിട്ട് പോലീസ് പറഞ്ഞു ഇങ്ങനൊരു ഗ്രൂപ്പ് ആക്ച്വലി ഇല്ലാന്നല്ല, ലൈക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ പേരിൽ ഇവർ ഇനിഷ്യലി നടത്തുന്ന ഒരു പരിപാടിയാണെന്ന് പറഞ്ഞത്. ശരിക്കും ആ ഗ്രൂപ്പുകാരല്ലേ ഇതിന്റെ ഉത്തരവാദികൾ എന്ന് പറയുന്നത്. സോ ടാനി ഒരു ദിവസം അത് ഇമാജിൻ ചെയ്യാം, ടാനിയുടെ വീട്ടിൻ്റെ പ്രോപ്പർട്ടിയിൽ കുറേ ടാനിക്ക് അറിയാത്ത കുറേ സാധനങ്ങൾ വന്നിരിക്കും. അപ്പോൾ ഒരു ടാനിക്ക് എന്താ തുടങ്ങി ഒരു ക്രീപ്പി സ്റ്റോക്കിംഗ് വൈ പഠിക്കുന്നത്. സോ അങ്ങനെ ഒരു കാര്യം ഇത് ഇതെന്ന് പറയുന്നത് ജീനോം എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റാണ്. ഈ ജീനോം എന്ന് പറയുന്നത് ഒരു ഡോഫാണ്. ഈ ഗാർഡനിലൊക്കെ വെക്കുന്ന ഒരു പാവ പോലെ ഒരു സാധനം നമ്മൾ കാർട്ടൂൺസിലൊക്കെ കണ്ടിട്ട് പോയി. ആ സാധനം ഈ ഡാർക്ക് വെബിൽ ആക്സസ് ആണ്. ആ ഡാർക്ക് വെബിൽ നമുക്ക് പറയാം. ആ ഡാർക്ക് വെബ് സർവീസാണ് ഗെൻ ജീനോം എന്ന് പറഞ്ഞൊരു സർവീസ്. അവിടെ എന്ന് പറയുമ്പോൾ ഡാർക്ക് വെബിലുള്ള യൂസേഴ്സ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ബിറ്റ്കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസീസ് യൂസ് ചെയ്ത് ഇത് വാങ്ങിക്കും. എന്നിട്ട് അവരോട് പറയും ഇത് ഒരാളുടെ വീട്ടിൽ കൊണ്ട് വെക്കണം. ലൈക്ക് അങ്ങനെ സ്പൈനസ് അല്ല ഇത് സ്പൈനസ് അല്ല, അയാളൊന്ന് ഭയപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു സ്റ്റോക്കിംഗ്. നമ്മളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ എന്താ പുള്ളിക്കൊരു വെപ്രാളമില്ലേ, എന്തെങ്കിലും സംഭവിക്കുന്നത്, ഇത് ആരെ ഇവിടെ കൊണ്ട് വെക്കുന്ന ഒരു എലമെന്റ്, ഒരു സൈക്കോളജിക്കൽ ഗവൺമെന്റ് കണ്ട് അതിൽ നിന്നൊരു എന്റർടൈൻമെന്റ് കിട്ടാൻ വേണ്ടിയാണ്, ക്രീപ്പിനെസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവരിത് ചെയ്യും. പിന്നെ ഓരോ സാധനങ്ങളും ഇന്ന് ഓരോ ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ നമ്മുടെ പ്രോപ്പർട്ടിയിലൊക്കെ കാണിക്കുന്നു. അതുപോലെ നമുക്ക് അനോണിമസ് ആയി പോകുന്ന അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ
അതൊരു വേറൊരു സർവീസ് അല്ലേ ഇത്. നമ്മൾ ഒരു മനുഷ്യന് എന്താ ഉണ്ടാക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. ഒരു പലരും പലതായിട്ട് എനിക്ക് അത് റിയാക്ഷനേക്കാളും എന്താ നമുക്കൊരു ക്ലൂനെസ് ഇത് ആരായിക്കത്തെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ എവിടെ നമുക്ക് നമ്മൾ ആക്കെ എത്തിച്ചത് പറയേണ്ടത് ഒരു പിടിയില്ല. ആ ഒരു ഹൊറർ എലമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് അത്. ഈ ഡാർക്ക് വെബിൽ അതിനെ ബേസ് ചെയ്തൊരു പടം ഒരു മൂവി ഉണ്ട്. അതെന്ന് പറയുന്നത് ഡെൻ എന്നാണ്. പക്ഷെ കംപ്ലീറ്റ്ലി ഇങ്ങനെ ഒബ്ജക്റ്റ് ഓറിയന്റ് ആണ്. ഈ ഒബ്ജക്റ്റ് കൊണ്ടുവെക്കല്ല. പക്ഷെ ആ പുള്ളി ഈ യൂസ് ചെയ്യുന്ന ആൾക്ക് ആ ഡെൻ സിനിമയിലുള്ള ക്യാരക്ടറായുള്ള ഒരു മെയിൻ ആർക്കിലുള്ള ആ ക്യാരക്ടറിന് അനോണിമസ് മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പുള്ളിക്കാരിക്കും നിങ്ങൾ ഇങ്ങനെ ഇതൊക്കെ ചെയ്തില്ലേ, അങ്ങനെ ഒരു ക്രീപ്പിനെസ് കൊണ്ടുവരാം. ഇത് അറിയപ്പോഴാണ് എനിക്ക് വേറൊരു കഥ വന്നത്. നമ്മുടെ പിങ്ക് മെത്ത് ഹൊറർ എന്ന് പറയുന്നത് എന്താ തോന്നുന്നത്? എനിക്ക് വലിയ ഐഡിയ അല്ല. പക്ഷേ സംതിങ് റിലേറ്റഡ് ടു ഗേൾസ് ഓഫ് അങ്ങനെയൊക്കെ പറയാം. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിവെഞ്ചിന് വേണ്ടി ഉപയോഗിച്ച ഒരു സൈറ്റ് ആയിരുന്നു. ഒരു ആള് അയാളുടെ എക്സിന് റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാൾ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈറ്റിൽ ചെന്നിട്ട് അവരുടെ ഇന്റിമേറ്റ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ പോസ്റ്റ് ചെയ്തു. ദെൻ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ കൊടുക്കും. അപ്പം അവരെ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വിക്ടിംസിനെ വിളിച്ചിട്ട് പറയും നിങ്ങളുടെ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ പോസ്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്നെങ്കിൽ ആ ഒരു ഇന്റിമേറ്റ് ആ ഒരു ഫോട്ടോ ആൽബം അയച്ചത് ആ ഒരു സീനെ ഒന്നെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര റാൻസം കൊടുക്കുക എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിട്ട്. സോ ചിലവർ ഇത് പിടിച്ചിട്ട് ചിലർ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ചൂസ് ചെയ്യുക, ചിലവർ സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും ചൂസ് ചെയ്യുക. ബട്ട് ആരായാലും ശരി ഇങ്ങനെ ഒരു ഇത് യൂസ് ചെയ്യുന്നത് ശരിയല്ല. നമുക്ക് വേറൊരു ഓപ്ഷൻ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യണമെന്ന് അറിയില്ല. സോ അങ്ങനെ ഒരു സ്റ്റോറി പോലത്തെ. പക്ഷെ അത് ഇത് കുറച്ചുകൂടെ റെലവൻറ്റ് സ്റ്റോറിയാണ് ഞാൻ പറയാൻ പോകുന്നത്. മൾട്ടിപ്ലെയേഴ്സ് ഗെയിംസ് ഉണ്ട്. വാലറന്റ്, കോൾ ഓഫ് ഡ്യൂട്ടി പോലുള്ള ഗെയിംസിൽ ലോബി ചാറ്റ് ഉണ്ട്. ഈ ഗെയിമിൽ എൻ്റർ ആവുന്നതിന് ഒരു ലോബി ഉണ്ട്. ഒരു സെറ്റ് ഓഫ് പ്ലേയേഴ്സ് ആ ലോബിയോട് നിൽക്കും. അവരുടെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ അത് ഒരു മൾട്ടിപ്ലെയർ ഗെയിമിലെ ഒരു കമ്മ്യൂണിക്കേഷൻ എലമെന്റ് മസ്റ്റാണ്. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ വെറും കമ്മ്യൂണിക്കേഷനാണ്. വെർബൽ അബ്യൂസും സെക്ഷൽ ഹാരാസ്മേഷനും പിന്നെ അബ്യൂസീവ് ലാംഗ്വേജും ടോക്സിക് ലാംഗ്വേജ് എല്ലാം കൂടെ ചേർന്നൊരു മിക്സ് ആയിട്ടുള്ള ഫെല്ലോ ടീമേറ്റ്സിനെ ഫെല്ലോ ഗെയിമേഴ്സിനെ ഒരു എസ്പെഷ്യലി ലേഡീസിനെ ഫീമെയിൽ ഗെയിമേഴ്സിനെയാണ് അവരെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ അബ്യൂസീവ് ലാംഗ്വേജ് ഒക്കെ ഉപയോഗിച്ച് ആ ചാറ്റ് റെക്കോർഡ് ചെയ്ത് ഡാർക്ക് വെബിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അവരെ വേറെ റാൻസം ചോദിക്കാം. ചാറ്റ് അവരുടെ ഒരു ഫെയിം അല്ല അവരുടെ ഒരു പ്രൊഫൈലിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചാറ്റ്, ഇപ്പോൾ ഒരു റിവെഞ്ച് പോലെ ഉള്ള സെറ്റപ്പ് കോൾ ഓഫ് ഡ്യൂട്ടി. സോ എന്താ കൺക്ലൂഷൻ പറഞ്ഞാൽ ഈ ഡിജിറ്റൽ വേൾഡ് എന്ന് പറയുന്നത് ഇപ്പോൾ വെബ് ക്യാം, അനോണിമസ്, സ്റ്റോക്കിങ് ഇതൊക്കെ എന്ന് പറയുന്നത് ഡിജിറ്റൽ വേൾഡിൽ നിന്നുള്ള പരിപാടികൾ. സോ അതൊരു ഡിജിറ്റൽ വേൾഡ് എന്ന് പറയുമ്പോൾ വേറെ ഒരു ലൈൻ ഓഫ് കോഡല്ല. അവിടെ റിയൽ പ്ലേസസ് ആണ്. ഒരു റിയൽ പ്ലേസസിലെ റിയൽ ഹ്യൂമൻസ് അനുഭവിക്കുന്ന റിയൽ പോളിസിക്കൽസ്. അതാണ് ലാപ്ടോപ്പ്. അപ്പൊ നീ പറഞ്ഞു തരുന്നത് ഡാർക്ക് വെബ് ഇല്ലീഗൽ ആണെന്നാണോ? അല്ല, കംപ്ലീറ്റ്ലി ഇല്ലീഗൽ അല്ല. ഡാർക്ക് വെബ് ഒരിക്കലും ഇല്ലീഗൽ അല്ല. എന്ന് പറയുമ്പോൾ ഡാർക്ക് വെബ് പ്രൊമോട്ട് ചെയ്ത ഒരു സെക്യൂർ ചാനലാണ്. പക്ഷെ ഡാർക്ക് വെബിൽ നമ്മൾ ആക്ടിവിറ്റീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയോ അവിടെ നമ്മൾ കൂടുതൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസിലോട്ട് പോവുകയോ കമ്മ്യൂണിക്കേഷനിൽ ഇടപെടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താണ് അത് കംപ്ലീറ്റ്ലി ലീഗലാവും. ഡാർക്ക് വെബ് പ്രോപ്പർലി ലീഗലാണ്. ഈവൻ ഇന്ത്യയിലും അത് ലീഗൽ തന്നെയാണ്. സോ പറയാനുള്ളത് ഡാർക്ക് വെബ് കംപ്ലീറ്റ്ലി ലീഗലാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ഡാർക്ക് വെബ് പ്രോപ്പർ നോളേജ് ഇല്ലാതെ ആക്സസ് ചെയ്യുക. കാരണം അതിൽ കൂടെ നമുക്ക് ഡേറ്റാബേസ് ഉണ്ടാവാം, അതുപോലെ തന്നെ വേറൊരാൾക്ക് നമ്മുടെ ഡിവൈസ് കയറാം, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാം. സോ വിത്തൗട്ട് പ്രോപ്പർ നോളേജ് നമുക്ക് ഡാർക്ക് വെബ് ആക്സസ് ചെയ്യാൻ. ഷോ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ്.